വൻ പദ്ധതികൾ കൊണ്ടുവരിക മാത്രമല്ല, അരികുവൽക്കരിക്കപ്പെട്ടവരെ കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അർത്ഥവത്താകുന്നത്. ഇത്തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കേൾക്കുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ജനങ്ങളുടെ ഓരോ പരാതികളും അതിന്റെ ഗൗരവത്തോടെ സ്വീകരിക്കുകയും വളരെ വേഗം നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഹലോ, നമസ്കാരം. എന്റെ പേര് വർഗീസ് തോമസ് എന്നാണ്. ഞാൻ ചമ്പക്കുളം, ആലപ്പുഴ ജില്ലയില് ചമ്പക്കുളം പഞ്ചായത്ത് 12ാം വാർഡിൽ നിന്നാണ് വിളിക്കുന്നത്. നെടുമുടി ചമ്പക്കുളം മേഖലയിലെ 2 സ്കൂളുകളിലെ 100 കണക്കിന് കുട്ടികൾ നേരിടുന്ന യാത്രാ പ്രശ്നമാണ് വർഗീസ് CM വിത്ത് മീയിൽ ഉന്നയിച്ചത്. 3:30 ഒരു ചമ്പക്കുളത്ത് നിന്ന് നെടുമുടിക്ക് ഒരു ബോട്ടുണ്ട്. അത് 3:30 വിടുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ സെന്റ് തോമസ് UP സ്കൂളും ബിഷപ്പ് കുര്യാളശ്ശേരിയിലെ സ്കൂളും കൂടിയാണ്ട് 130-150 താഴെ പിള്ളേരുണ്ട്. അത് 3:45 3:30 കഴിയുമ്പോൾ വിടും. 3:45 ആ ബോട്ട് ഡെയിലി വന്നുകൊണ്ടിരുന്നതാണ്. 2 ആഴ്ചയായിട്ട് ആ ബോട്ടില്ല. CM വിത്ത് മീയിൽ വന്ന വർഗീസിന്റെ പരാതിക്ക് ശരവേഗമാണ് പരിഹാരമുണ്ടായത്. കുട്ടികളുടെ യാത്രാക്ലേശം മാത്രമല്ല, ഒരു ദുരന്തത്തിന് തന്നെ ഈ പ്രശ്നം കാരണമായേക്കും എന്ന തിരിച്ചറിവോടെ ഉദ്യോഗസ്ഥർ ഉടനടി ഇടപെട്ടു. ഹലോ, വർഗീസ്, ആലപ്പുഴ അല്ലേ? അതെ, ഇത് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കോൾ കണക്ഷൻ സെന്ററിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ പരാതി എനിക്ക് ലഭിച്ചു. നെടുമുടി ചമ്പക്കുളം ബോട്ട് സർവീസ് 2 ആഴ്ചയായി നിർത്തിവെച്ചിരിക്കുന്നു. അതല്ലേ പരാതി? വിഷയം ജലഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. CM വിത്ത് മീയിലേക്ക് വിളിച്ച് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചമ്പക്കുളം ജെട്ടിയിൽ ബോട്ടെടുത്തു. നാട്ടുകാരും കുട്ടികളും ഹാപ്പി. ഇത്തരത്തിൽ ഓരോ വിഷയവും ശ്രദ്ധിക്കാൻ നമുക്കൊരു നായകനുണ്ട് എന്നത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ബോട്ട് സർവീസ് പുനരാരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു നാടിന്റെ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന വർഗീസിനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു. ഹലോ വർഗീസ്. ഹലോ, നിങ്ങൾ ഉന്നയിച്ച പ്രശ്നമൊക്കെ പരിഹൃതമായോ? അതെ, താങ്ക് യു സാർ. അത് പരിഹാരമായി. ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇല്ലാണ്ടായോ? ഇല്ലില്ല. ഈ ഞാൻ കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം ഇതുവരെ അത് ഇല്ലാതായിട്ടില്ല. അപ്പോ നല്ല നല്ലതായിരുന്നു. നാട്ടുകാർക്ക് പോകാറായി. അതേപോലെ സാറേ, അതില് 2 സ്കൂളിലെ പിള്ളേരുണ്ട്. 130 പിള്ളേർ ഒരൊറ്റ ബോട്ടേ വരുന്നത്. അപ്പൊ ഒരു ബോട്ട് ഇല്ലാതെ വരുമ്പോ രണ്ടാമത് വരുമ്പോ 4 സ്കൂളിലെ പിള്ളേർ ഒന്നിച്ചാ വരും. അപ്പം 100-250 പിള്ളേർ ഒരു ബോട്ടേ വരും. അപ്പൊ അത് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോട്ടിനില്ല. അതെ, താങ്ക് യു സാർ. അത് പരിഹാരമായി. വാഗ്ദാനം നൽകലല്ല, പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ.